വിമത ഭീഷണി ശക്തമായ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന്റെ നിർണായക യോഗം ഇന്ന് ഡൽഹിയിൽ നടക്കും. വിമത എംപിമാർ വിട്ടുനിന്നാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കം. ശിവസേന വിമത എംപിമാരുടെ വീടുകൾക്കും ഓഫീസുകൾക്കും ഇപ്പോൾ സുരക്ഷ കൂട്ടിയെന്ന വിവരം ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിലെ വിമത നീക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഉദ്ധവ് താക്കറെ വിഭാഗം ഒരു നിർണായകമായ യോഗം വിളിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി യോഗമാണ് ഇന്ന് 11 മണിക്ക് പാർലമെന്ററി പാർട്ടി ഓഫീസിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ യോഗത്തിൽ വിമത നേതാക്കൾ എത്തിയില്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നിർണായകമായ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഈ വിമതരായ 6 എംപിമാരും ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഓപ്പറേഷൻ ടൈഗറിന്റെ ഭാഗമായി ഇവർ ഷിൻഡെ പക്ഷത്തേക്ക് നീങ്ങുകയാണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസം തന്നെ ഈ 6 പേരും തങ്ങൾ പ്രത്യേക ഗ്രൂപ്പായിരിക്കാൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്പീക്കർക്ക് കത്ത് നൽകിയതായ ഉള്ള അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നുവെങ്കിലും വിമതരോ സ്പീക്കറോ ഇക്കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഇന്ന് നടപടിയെടുത്ത ശേഷമാണെങ്കിൽ അതിന് സാധുത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് എന്തായാലും മറ്റൊരു നിർണായക യോഗവും ഡൽഹിയിൽ നടക്കുന്നുണ്ട്. അത് വിമതരുടെ ഒരു യോഗം ഷിൻഡെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചേരുന്ന ഈ യോഗത്തിന് ശേഷമായിരിക്കും വിമതർ സ്പീക്കറെ കാണുക എന്നുള്ളതാണ് ശിവസേന ഷിൻഡെ വിഭാഗം നൽകുന്ന ഒരു വിശദീകരണം. തുടർന്ന് ഷിൻഡെ വിഭാഗത്തിലേക്ക് ഈ 6 പേർ കൂടി ചേരുക എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ രൂപീകരണ ദിനമായ നാളെ ആയിരിക്കും അത്തരത്തിൽ ഒരു ചടങ്ങ് നടക്കുക എന്നുള്ളതുമാണ്. അതേസമയം ഇത്തരത്തിലുള്ള വിമത ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ വിമതരായ ഈ 6 എംപിമാരുടെയും വീടുകൾക്കും ഓഫീസുകൾക്കും മഹാരാഷ്ട്രയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിരിക്കുന്നു. അതിനിടെയാണ് RYSP, മഹാരാഷ്ട്രയിലെ പ്രാദേശിക പാർട്ടിയായ RYSP, ഈ ഉദ്ധവ് താക്കറെയോടൊപ്പം നിലവിലുള്ള 2 എംപിമാർ കൂടി തന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന അവകാശവാദവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റ് 6 പേർക്കൊപ്പം ഇവർ കൂടി RYSPയിൽ എത്തണം എന്നാണ് തൻ്റെ ആഗ്രഹവുമെന്നും രവി റാണ വ്യക്തമാക്കിയിരിക്കുന്നു. അത് തൃണമൂൽ കോൺഗ്രസിന് സമാനമായി തന്നെ NCPയിൽ ലയിച്ചതിന് സമാനമായി മറ്റൊരു പ്രാദേശിക പാർട്ടിയിൽ ലയിക്കാനാണോ ഈ വിമത നേതാക്കൾ ലക്ഷ്യം വെക്കുന്നത് എന്ന കാര്യത്തിലും ചില അഭ്യൂഹങ്ങൾ പടരാൻ ഇടയാക്കിയിരിക്കുന്നു. എന്തായാലും ഔദ്യോഗികമായ പ്രതികരണം, ഇക്കാര്യത്തിലുള്ള കൂടുതൽ വ്യക്തത ഇന്ന് 11 മണിക്ക് ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമായിരിക്കും ഉണ്ടാകുക. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.